ഫുട്ബോൾ ട്രാൻസ്ഫർ എന്നാൽ അത് റയൽ മാഡ്രിഡ് ആണ്. എതിരാളികൾക്ക് മുകളിൽ റാഞ്ചി പറന്ന് സൂപ്പർ താരങ്ങളെ ബേണബിവിൻ്റെ മുറ്റത്ത് ലാൻഡ് ചെയ്യിക്കുന്ന ലോസ് ബ്ലാങ്കോസിൻ്റെ മാസ്റ്റർ ഡീലുകൾ ഫുട്ബോൾ ലോകം പലകുറി അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. നക്ഷത്രക്കൂട്ടമായ ഗലോറ്റിക്കോസ് യുഗത്തിന് ശേഷവും അതെങ്ങനെ നിർബാധം തുറന്നുകൊണ്ടേയിരുന്നു. എന്നാൽ സമീപകാലത്ത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ റയലിനുണ്ടായിരുന്ന അപ്രമാദിത്വം നഷ്ടമായി തുടങ്ങിയോ? പോയ ജനുവരി ട്രാൻസ്ഫറിന് ശേഷം യൂറോപ്യൻ ഫുട്ബോൾ സർക്കിളുകളിൽ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പരിക്കും ടീമിൻ്റെ അസ്ഥിരതയുമെല്ലാം നിരന്തരം അലട്ടുമ്പോഴും വിൻ്റർ ട്രാൻസ്ഫറിൽ ഒരൊറ്റ താരത്തെ പോലും ഒപ്പമെത്തിക്കാൻ റയലിനായില്ല. റയൽ ശ്രമിച്ചില്ലെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ബാഴ്സലോണ ജാവോ കാൻസിലോ എത്തിച്ചു. അന്റോണിയോ സെമെന്നോ മാർക്ക് ഡീൽ മാഞ്ചസ്റ്റർ സിറ്റി യാഥാർത്ഥ്യമാക്കി. യങ് ബഡുകളെ എത്തിച്ചു PSG സ്കോഡ് ഡെപ്ത് കൂട്ടിയപ്പോൾ ഗാലറിയിൽ നിന്ന് കളി കാണുകയായിരുന്നു പലപ്പോഴും റയൽ. ഒരു താരത്തെ പോലും ഒപ്പമെത്തിക്കാതെ തുടർച്ചയായി 7ാം മിഡ് സീസൺ വിൻഡോ. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ 2019 ബ്രഹീം ഡയസിനു ശേഷം മറ്റൊരു ഡീലിലേക്ക് ക്ലബ്ബ് പ്രവേശിച്ചില്ലെന്നർത്ഥം. അന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം കോൺട്രാക്റ്റ് അവസാനിക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കവെയാണ് ബിഡിംഗ് വാറിന് വിട്ടുകൊടുക്കാതെ മൊറോക്കൻ താരത്തെ ലോസ് ബ്ലാങ്കോസ് ചുളവിലേക്ക് സ്കോഡിലേക്ക് ആഡ് ചെയ്തത്. എല്ലായ്പ്പോഴും മിഡ് സീസൺ വിപണി വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും. ലഭ്യമായ ഏതാനും ഓപ്ഷനുകളുടെ വിപണി മൂല്യം കുതിച്ചുയരുകയും ചെയ്യും. ജനുവരിയിൽ കളിക്കാർക്ക് പിന്നാലെ പോകാത്തതിന് കാരണമായി റയൽ ഇന്നും പറയുന്ന പ്രധാന വാദങ്ങളിലൊന്നും ഇതാണ്. കിരീടപ്പോരാട്ടത്തിൽ ഫൈറ്റ് ചെയ്യാൻ പര്യാപ്തമായ സ്കോഡ് ഡെപ്തുണ്ടെന്ന കോൺഫിഡൻസും മുൻ ചാമ്പ്യന്മാരെ പലപ്പോഴും മാറി ചിന്തിപ്പിച്ചു. എന്നാൽ ചാമ്പ്യൻസ് ലീഗിലടക്കം നേരിട്ട തോൽവി റയലിൻ്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്നതായിരുന്നു. ബെൻഫിക്കയ്ക്കെതിരായ പരാജയം സ്കോഡിൻ്റെ ബലഹീനതകൾ വിളിച്ചോതുന്നതായി. അതേസമയം പ്രതിരോധത്തിലെ പ്രധാന ഓപ്ഷനുകളെല്ലാം പരിക്കിൻ്റെ പിടിയിലായതോടെ റീപ്ലേസ്മെൻറ്റായി എത്തിച്ച മാർക്ക് ഗുയി സിറ്റിക്ക് പുതിയ ഊർജ്ജം നൽകുന്നതായി. പ്രീമിയർ ലീഗിലടക്കം താരത്തിൻ്റെ സാന്നിധ്യം ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് പെപ് ഗാർഡിയോളക്കും സംഘത്തിനും നൽകുന്നത്. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലുമെല്ലാം ടീം ബാലൻസിംഗ് നിലനിർത്താൻ സെമെന്നോ ഡീലും സിറ്റിയെ സഹായിച്ചു. അപ്പോഴും റയൽ തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് കണ്ടത്. പോയ ഏതാനും ആഴ്ചകളായി വിവിധ യൂറോപ്യൻ ക്ലബ്ബുകൾ ഏജന്റുമാർ, സ്പോർട്ടിംഗ് ഡയറക്ടർമാർ എന്നിവരെല്ലാം റയലിൻ്റെ നിശബ്ദ സമീപനത്തിൽ സംശയമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. യൂറോപ്പിലെ പ്രധാന താരത്തിൻ്റെ ഏജന്റ് അടക്കം റയലിനെ സമീപിച്ചിട്ടും ക്ലബ്ബ് അത് റിജക്റ്റ് ചെയ്തതായി ദ അത്ലറ്റിക് പോയ ദിനം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആരാധകരിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ആവർത്തിച്ചുള്ള ആവശ്യമുയർന്നിട്ടും ക്ലബിന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. എന്നാൽ എല്ലാ ചോദ്യശരങ്ങൾക്കും വിമർശനങ്ങൾക്കും അവർക്ക് മുന്നിൽ കൃത്യമായൊരു മറുപടി ഉണ്ടായിരുന്നു. 2022 സമാനമായി സ്കോഡ് പ്ലാനിങ്ങിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ചാമ്പ്യൻസ് ലീഗ് നേടിയാണ് ക്ലബ്ബ് ഇതിന് മറുപടി നൽകിയതെന്ന കാര്യം ചില ആരാധകർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യൂറോപ്യൻ ഫുട്ബോളിൽ ഇത്തരത്തിൽ ട്രാൻസ്ഫർ ഡീലുകളിൽ ഉറച്ചു തീരുമാനം കൈക്കൊള്ളാൻ റയലിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റിൽ കൃത്യമായ സമയത്ത് കൃത്യമായ ഇടപെടൽ നടത്തിയ ചരിത്രമാണ് റയലിന് മുന്നിലുള്ളത്. ചെൽസിയിൽ നിന്ന് തിബോ കോർട്ടോയെ സൈൻ ചെയ്തതും PSG നിന്ന് എംബാപ്പെ എത്തിച്ചതുമെല്ലാം ഇത്തരം മികച്ച ഡീലുകളിൽ ചിലത് മാത്രമാണ്. ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ്, ടോണി ക്രൂസ്, ആദാ ഗുള്ളർ എന്നിവരുടെ ട്രാൻസ്ഫറുകളും റയൽ നടത്തിയ മികച്ച നീക്കങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ്. പോയ സമ്മറിൽ ഡീൻ ഹ്യൂസൺ, അലക്സാണ്ടർ ആർണോൾഡ്, ഫ്രാങ്കോ മസ്റ്റുൻറ്റാനോ, അൽവാരോ കരാരസ് എന്നിവരെയെല്ലാം റയൽ ക്ലബ്ബിലെത്തിച്ചിരുന്നു. ഇതിനായി 180 മില്യൺ പൗണ്ടോളം ചെലവിടുകയും ചെയ്തു. നിലവിൽ റയലിന് ആവശ്യം ഏതൊക്കെ താരങ്ങളെയാണ് എന്നതും പ്രധാനമാണ്. എന്നാൽ മധ്യനിരയിൽ ലൂക്ക മോഡ്രിച്ച് അടക്കം പോയതോടെ രൂപപ്പെട്ട വിടവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുതിയ നീക്കങ്ങൾക്ക് ഫ്ലോറന്റീനോ പെരസിൻ്റെ തീരുമാനങ്ങളും വിഷനും റയലിന് പ്രധാനമാണ്. ശൈത്യകാല ഡീലിൽ എത്തിച്ച് ക്ലിക്കായവരും അല്ലാത്തവരുമായ കളിക്കാർ ഏറെയുണ്ട്. ഡീലുകൾക്ക് കൈകൊടുത്തില്ലെന്ന കാരണത്താൽ റയലിനെ എഴുതി തള്ളാനുമാകില്ല. ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും റയലിൻ്റെ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. ഈ സ്ക്വാഡിനെ വെച്ച് കിരീടം അവർക്കൊട്ടും അപ്രാപ്യവുമല്ല. അർബലോവ കത്തുവെച്ച വിസ്മയങ്ങൾ എന്തായിരിക്കുമെന്ന് കാത്തിരിക്കാം.